പാൻഡിങ് വഴിയാണ്. ഇങ്ങനെ പാൻഡിങ് വഴിയാണ്. അപ്പോൾ അതിന് ട്രക്കിൽ ഇവാപ്പറേഷൻ എന്നാണ് പറയുന്നത്. പാൻഡിങ് മുതലേ ഒരുപാട് ബ്രീഡുകളുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ഡെയിൻ, ഒരുപാട് ബ്രീഡുകൾ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ബ്രീഡുകളും. പിന്നെ 2010 ശേഷമാണ് മുഖം ചപ്പിയ ബ്രീഡുകൾ അഥവാ ബ്രാക്കിസെഫാലിക് ബ്രീഡുകൾ ആവിർഭാവം ചെയ്തത്. അതിൽ നമുക്കിന്ന് ഒരുപാടെണ്ണോ. നമുക്ക് ഫ്രഞ്ച് മാസ്റ്റിഫ്, ഫ്രഞ്ച് ബുൾഡോഗ്, ഷിറ്റ്സു, ബോക്സർ, പഗ്, അങ്ങനെ ഒരുപാട് ബ്രീഡുകൾ നമുക്കറിയാം. അപ്പോൾ നമ്മളെപ്പോലെ അല്ല ഈ ആനിമൽസിൻ്റെ, ഡോഗ്സിൻ്റെ പ്രത്യേകിച്ച് ശരീരഘടന. അതിന് ചൂട് താങ്ങാൻ കെൽപ്പുണ്ടെങ്കിലും ചൂടിനെ ഡെസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മളെക്കാളിലും വളരെ വ്യത്യസ്തമായൊരു സിസ്റ്റമാണ്. നമ്മൾ വിയർക്കും, കുതിര വിയർക്കും, പശു വിയർക്കും, പക്ഷേ ആന വിയർക്കില്ല, ഡോഗ് വിയർക്കില്ല, പൂച്ച വിയർക്കില്ല. അപ്പം അവർക്കെല്ലാം ശരീരത്തിലെ താപം ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്ത് കളയുന്നത് പാൻഡിങ് വഴിയാണ്. ഇങ്ങനെ പാൻഡിങ് വഴിയാണ്. അപ്പോൾ അതിന് ട്രക്കിൽ ഇവാപ്പറേഷൻ എന്നാണ് പറയുന്നത്. പാൻഡിങ്, ട്രക്കിൽ ഇവാപ്പറേഷൻ. അപ്പോൾ ട്രക്കിൽ ഇവാപ്പറേഷൻ വഴി സാധാരണ അന്തരീക്ഷത്തിൽ ചൂട് കൂടി കഴിഞ്ഞാൽ അത് പാൻഡ് ചെയ്തിട്ട് അത് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്ത് അത് രക്ഷപ്പെടും. ആ താപനില നിയന്ത്രിക്കും. അതുപോലെ തന്നെ നമുക്കുള്ളതുപോലെ തന്നെ അതിനും അത്ര ഡെവലപ്ഡ് അല്ലെങ്കിലും ഒരു ടെമ്പറേച്ചർ കൺട്രോളിങ് സെന്റർ ഉണ്ട് ബ്രെയിനിൽ. ആ സെന്ററിന്റെ അപ്പുറത്തേക്ക് പാൻഡ് ചെയ്തിട്ടാണ് അത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ സമ്മർ സീസൺസിൽ പ്രത്യേകിച്ച് പണ്ടത്തെ പോലെയല്ല. എൻ്റെ കുട്ടിക്കാലത്തുള്ള ആംബിയൻ ടെമ്പറേച്ചർ അല്ല ഇപ്പോൾ ഉള്ളത്. 40 ഡിഗ്രി 43 ഡിഗ്രി അറിയാം. പാലക്കാടും അതുപോലെ തന്നെ പുനലൂരും ഒക്കെ ഉള്ള ടെമ്പറേച്ചറിനെ പറ്റി നമുക്കറിയാം. അപ്പോൾ ഇത്രയും വലിയ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ബ്രാക്കിസെഫാലിക് രീതികളിൽ മിക്കതും വിദേശ ജനുസുകളാണ്.